സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടുത്ത് ഞാനൊരു സംഗതി ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഇങ്ങനെ സ്കൂട്ടറിൽ പോയി. പോയപ്പോ രണ്ടുപേരും ഒരു അപകടത്തിൽ ആക്സിഡന്റ് ആയിട്ട് വീണുപോയി. വീണപ്പം ഭാര്യന്റെ മുഖം തട്ടിയിട്ടാ വീണുപോയത്. നമ്മളെ MLA ആശുപത്രിയിൽ അത്യാഹിത നിലയിൽ കിടക്കുന്നുണ്ട്. നമ്മളെ MLA അല്ല, നമ്മളെ MLA അള്ളാഹു ആഫിയത്തുള്ള കേസ് കൊടുക്കട്ടെ. കേരളത്തിന്റെ MLA ഒരു പെണ്ണാണ്. അള്ളാഹു തആല ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. എല്ലാ അപകടങ്ങളും തൊട്ടും എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. എൻ്റെ ഒരു അമ്മാവനുണ്ട് കണ്ണൂര്, കാർണൂർ. അള്ളാഹ് പൂർണ്ണ ശിഫ കൊടുക്കണം, പൂർണ്ണ ശിഫ കൊടുക്കണം. ഭാര്യയും ഭർത്താവും പോകുമ്പോൾ ഭാര്യ വീണു, ഭർത്താവും വീണു, ഭാര്യയും വീണു. ഭാര്യ വീണിട്ട് രണ്ടുപേരും ആശുപത്രിയിലായി നോക്കുമ്പോ ഭാര്യന്റെ മുഖത്ത് മുഴുവനും ചതവ് വന്നിട്ട് പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടും ഭാര്യക്ക് റാഹത്തായില്ല. ഏറ്റവും വലിയ സങ്കടം, അതിനേക്കാളും വലിയ സങ്കടം എന്താണെന്നറിയോ? ഈ ഭർത്താവിന് കണ്ണിന് കാഴ്ചയില്ലാതെ പോയി. ഭർത്താവിന്റെ കണ്ണിന്റെ കാഴ്ച പോയി. കുരുടനായ ഭർത്താവിനെ ഭാര്യ നല്ല റാഹത്തിൽ ശുശ്രൂഷിച്ചു, നല്ല ഉഷാറായിട്ട്. ആ നാട്ടുകാരെ ഏറ്റവും വലിയ സങ്കടം, ഈ പെണ്ണുങ്ങളും ഇങ്ങനെയായി, കാണാൻ കോലില്ലാത്ത വിരൂപിയായി പോയി. പെണ്ണുങ്ങളെ ഭർത്താവ് കണ്ണു കാണാത്ത ആളുമായി പോയി. അതുകൊണ്ട് അങ്ങനെ അവർ ജീവിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ വേറൊരു രോഗം വന്നിട്ട് ഈ ഭാര്യ മരിച്ചുപോയപ്പോൾ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ വിഷയങ്ങളൊക്കെ തർത്തീവാക്കി എല്ലാം കഴിഞ്ഞിട്ട് ഖബറിലിറക്കി കഴിഞ്ഞപ്പോ ഈ കണ്ണ് കാണാത്ത മനുഷ്യനില്ലേ, ഇയാള് പരെല്ലാം പൂട്ടിയിട്ടുണ്ട്, ഇറങ്ങി നടക്കുന്നേ. കണ്ണ് കാണാത്ത മനുഷ്യൻ കൂളായിട്ട് റോട്ടുമലേക്ക് ഇറങ്ങി നടക്കുന്നു. അയാള് നാട് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ ഈ നാട്ടുകാർ വന്ന് ചോദിക്കുന്നല്ല, കണ്ണിന്റെ കാഴ്ചയില്ലാത്ത നിങ്ങളെ കാഴ്ച എങ്ങനെ ഭാര്യ മെച്ചപ്പോ തിരിച്ചു കിട്ടിയത്? അപ്പൊ ഇയാള് പറയുന്ന, സഹോദര, എന്റെ കാഴ്ചക്കൊരു തകരാറുണ്ടായിട്ടില്ല, എന്റെ കണ്ണിന് കാഴ്ചക്കൊരു കുറവും വന്നിട്ടില്ല. പക്ഷേ എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയില്ലേ, എന്റെ ഭാര്യ, അവൾ പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടുള്ള മുഖം ശരിയായില്ല. കണ്ണാടി അവൾ കാണുന്നുണ്ടല്ലോ, അലമാർ അവൾ നോക്കുന്നുണ്ടല്ലോ, അവളെ ഈ മുഖം അവൾ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവളെ മുഖത്ത് കാണുന്നുണ്ട്. നമ്മൾക്ക് തോന്നിയാൽ അവള് മാനസികമായി ക്ഷീണിച്ചു പോകും, തകർന്നു പോകും. അതുകൊണ്ട് കാഴ്ചയില്ലാത്ത ആളായി ഞാൻ ജീവിച്ചാൽ ഞാൻ അവളെ കാണുന്നില്ലല്ലോ എന്ന നിലക്ക് അവൾക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ എനിക്ക് ഖിദ്മത്ത് ചെയ്ത് കൂട്ടമായി ജീവിക്കാമല്ലോ. അതുകൊണ്ട് കാഴ്ചയുള്ള കണ്ണ് പൂട്ടി നടന്നതാണ്, കാഴ്ചയില്ല എന്ന് അഭിനയിച്ചതാണ്. കാരണം നല്ല സൗന്ദര്യമുള്ള സമയത്ത് എനിക്ക് ജീവനും എനിക്ക് സന്തോഷവും നൽകി എന്റെ പൊന്നു ഭാര്യ, അവളെ മുഖം വികൃതമായാലും അവളെ മനസ്സ് വേദനിപ്പിക്കണ്ട. അതുകൊണ്ട് കണ്ണ് കാഴ്ചയില്ല എന്ന് വെറുതെ പറഞ്ഞതാണ്. ഇനി ഞാൻ ഈ എന്റെ ഭാര്യന്റെ ഓർമ്മയുള്ള നാട്ടിൽ നിൽക്കണില്ല, ഞാൻ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാ. ഖൽബിന്റെ ഉള്ളിലാണ് മഹബത്ത് വേണ്ടത്, ഖൽബിന്റെ ഉള്ളിലാണ് സ്റ്റൈല് വേണ്ടത്, ഖൽബിന്റെ ഉള്ളിലാണ് സൗന്ദര്യം വേണ്ടത്. ഈ പുറത്ത് കാണുന്ന പൗഡർ ഇട്ട് മിനുക്കിയ സൗന്ദര്യമില്ലേ, ഇത് നിലനിൽക്കുന്നതല്ല. ഇന്ന് പെണ്ണുങ്ങളും ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കാണ്. മൈദപ്പൊടി വാരി വരക്കലെന്നെ. അല്ലോ, മനസ്സിലായില്ലേ? ഒരു ചെറുക്കൻ ഉമ്മയെ എപ്പോഴും അൽമറിന്റെ മുമ്പിൽ നിന്നിട്ട് പുറത്തിറങ്ങണമെങ്കിൽ അരമണിക്കൂർ മൈദപ്പൊടി പോലത്തെ സൺതട്ട് പൗഡർ ഇട്ട് തട്ടി. ഒരിക്കൽ ഈ ചെക്കൻ പറഞ്ഞു, ഉമ്മ ഇങ്ങനെ വെളുത്താ വെള്ളപ്പണ്ടായി പോകുന്നു. എന്നിട്ട് ഉമ്മ കേൾക്കണില്ല. അപ്പൊ ഈ ചെക്കൻ എന്താ ചെയ്യുന്ന അറിയോ? കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ഇതിന്റെ അടപ്പ് തുറന്നിട്ട് അതിലിട്ടിട്ട് കുലുക്കിയിട്ട് അവിടെ വെച്ച്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉമ്മ എവിടെയോ പോകേണ്ട തിരക്കിൽ കുലുക്കിയിട്ട് ഇതിട്ട് മംഗലത്തിന് പോയി. സംഗതി വെളുത്ത് മൈദപ്പൊടിയും വെളുത്തിട്ടാണ്. മുറാദ് ഹാസിലായി, ഹോട്ടലിലെടുത്ത്. പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുമ്പോ കൈക്കെല്ലുണ്ട്, വായിക്കെല്ലാം നോട്ടീസ് ഒട്ടിച്ച പോലെ. മൈദപ്പൊടിയല്ലേ. ഞാൻ പറയണത് അധികം വെളുപ്പിക്കർ ഒരു പരിധിയല്ല ഏറ്റവും നല്ലതാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ.
അള്ളാഹു നമുക്ക് ഖൈറ് നൽകട്ടെ. മുഖത്തുള്ള സൗന്ദര്യത്തെക്കാൾ സൗന്ദര്യം വേണ്ടത് കൽവിന്റെ ഉള്ളിലാണ്. അപ്പൊ പെണ്ണിന്റെ സൗന്ദര്യം നോക്കിക്കെട്ടലുണ്ട്, പിന്നെയോ അവളെ തറവാട് നോക്കിക്കെട്ടലുണ്ട്, പിന്നെയോ വലിദീനിഹാ അവളെ മതബോധം നോക്കി കല്യാണം കഴിക്കലുണ്ട്. കടമ്പാറിലേക്ക് പുതിയാപ്പിൾ അന്വേഷിച്ച് വരികയാണ്, അല്ലെങ്കിൽ പെണ്ണന്വേഷിച്ച് വരികയാണ് ഒരു ചെറുപ്പക്കാരൻ. നമ്മളെ മഹാന്മാരെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ, ഈ മഹല്ലത്തിലെല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതാ കടമ്പാറിലേക്ക് ഒരു പെണ്ണിനെ അന്വേഷിച്ചിട്ട് വരുമ്പോ ഉസ്താദ്മാരോട് ചോദിച്ചു എങ്ങനെയാന്ന് മൂപ്പര്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, മൂപ്പര് സുബഹിക്ക് എപ്പോ ജമാഅത്തിനുണ്ടാവും. ഈ പെണ്ണിനൊരാങ്ങളയുണ്ട്, ആ കുട്ടിനെയും കൂട്ടിയിട്ടാ വരികയെന്നു. അൽഹംദുലില്ലാ, മഹാനായ എല്ലാവരും ഇരിക്കും, തങ്ങൾ ഇങ്ങോട്ട് വരും. എല്ലാവരും സദസ്സിലിരിക്കും, എല്ലാവരും ഇരിക്കും, ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ തങ്ങൾക്ക് വരുത്തി ഇങ്ങോട്ട് കേൾക്കല. നമുക്ക് ദ്വാരക്കാനാ തങ്ങം വരുന്നത്, അതുകൊണ്ട് തങ്ങൾ ഇടുന്ന് ദ്വാരക്കും. എല്ലാവരും അവിടെ ഇരിക്കും. അതേ പറഞ്ഞത്, അതേ പറഞ്ഞേ. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد. സുബഹിക്ക് പള്ളിയിലെത്തി നോക്കുമ്പോ ഉസ്താദ് പറയാണ് സുബഹിക്ക് മൂപ്പര് പള്ളിയിലുണ്ടാവും. ചെറിയൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയും പള്ളിയിലുണ്ടാവും. അപ്പൊ എന്ത് മനസ്സിലായി? ആ പുരയില് സുബഹിക്ക് വിളക്ക് തെളിയുന്ന പുരയാണ്, അവിടെയുള്ള പെൺകുട്ടികൾ നിസ്കരിക്കുന്നുണ്ടാവും. കണ്ണൂര് ഒരു സ്ഥലത്ത് എന്നോട് പറഞ്ഞതാണ്, കല്യാണം കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ അവിടെ ശ്രീകണ്ഠപുരം എന്ന സ്ഥലമുണ്ട്, മാലിക് ദിനാർ പള്ളി. അവിടെ 5-6 വർഷം ദർസും ഖുതുബല്ലായിട്ടുണ്ടായിരുന്നു. അള്ളാഹു അവിടുത്തെ മഹാന്മാരെ ബർക്കത്ത് നമ്മളെ സ്വീകരിക്കട്ടെ. അവിടുത്തെ തമാശക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. അതിന്റെ അടുത്തൊരു സ്ഥലത്ത് ഒരു പെണ്ണന്വേഷിക്കാൻ വേണ്ടി പോയപ്പോ അവിടുന്ന് കുറെ ചെറുപ്പക്കാർ പറഞ്ഞു, മോനെ നീ അവിടെ കെട്ടണ്ട, 4 മണിക്ക് ശേഷം ഉറങ്ങാൻ കഴിയില്ല. നീ അവിടെ കെട്ടണ്ട, 4 മണിക്ക് ശേഷം ഉറങ്ങാൻ കഴിയൂല. അവർ 4 മണിക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്ന പെരക്കാരാ, നീ പോണ്ട, എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. എങ്ങനെയുണ്ട്? സത്യത്തിൽ അവിടെയല്ലേ കെട്ടേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചങ്ക് ബ്രോ, ഏറ്റവും കടുപ്പമുള്ള ചങ്കാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കല്. അൽ മർഉ അലാ ദീനി ഖലീലിഹി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഓരോരുത്തർ ആലോചിക്കട്ടെ, ആരോടാ കമ്പനി കൂടേണ്ടതെന്ന്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്ക് ഏറ്റവും നിന്റെ വാപ്പയും എല്ലാം കുടുംബക്കാര്, അതുപോലെ തറവാടിത്തം, സ്റ്റൈല്, പൈസ ഇത് നോക്കി നടക്കുമ്പോൾ അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയും ബാപ്പയുമായോരേ പോരാ അവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില ഗുണമേറെ. സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങളെ കുടുംബക്കാർ നിങ്ങൾ ഇങ്ങനെ ദുനിയാവ് നോക്കി നടക്കുമ്പോ മോനെ ഫൾഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ള പെണ്ണ് തെരഞ്ഞെടുത്ത് വിജയിച്ചോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. കല്യാണം കഴിക്കുമ്പോ ഈമാനുള്ള പെണ്ണെ തെരഞ്ഞെടുക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല മാതൃകയാണ്. ആണിനായാലും പെണ്ണിനായാലും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ തന്നെ. എന്നോട് ഈ അടുത്തൊരാൾ പറഞ്ഞു, ഉസ്താദേ, ഇപ്പൊ അടുത്തല്ല കുറച്ചു മുമ്പാ, ഉസ്താദേ എനിക്കൊരു മകളെ കുറേ ആയി പുതിയാപ്പിളിനെ അന്വേഷിച്ചുകൊണ്ട് നേടുന്നു കിട്ടുന്നില്ല, ഇനിയിപ്പോ ഒരു മൊയിലാറായാലും മതി എന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്ത് കുറെ പുതിയാപ്പിളിനെ അന്വേഷിച്ച് കിട്ടുന്നേയില്ല, ഇനി മൊയിലാറായാലും മതി. നമ്മുടെ ടൈൽസ് ഒട്ടിക്കുന്ന കുറെ ആളെ നോക്കി ഇനിയിപ്പോ ബംഗാളി ആയാലും മതി എന്ന് പറഞ്ഞ പോലെ. ഞാൻ ഇയാളോട് പറഞ്ഞു, മദ്രസെല്ലാം പൂട്ടാൻ പോവാ, മൊലാമാറെ കിട്ടായിട്ട് നിങ്ങൾ നല്ല ഉഷാറാക്കിക്കൊന്നു. മൊലാറിനെ അന്വേഷിക്കണ്ടോ. അള്ളാഹു നമ്മളെ നാട്ടിൽ ഉസ്താദ്മാർക്കല്ല അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ഉസ്താദുമാരുടെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലാണ്. അവൻ ഇതെങ്കിലും മുമ്പൊന്നും പരിചയമില്ല കേട്ടോ, ശേഷവും കണ്ടില്ല.